ഉത്രാടപ്പാച്ചിലും ഉപ്പേരി വറപ്പും ഉത്രാടവിളക്കുമായി തിരക്കുകളുടെ ഉത്രാടം വന്നെത്തി. ഓണക്കാലത്തിൻ്റെ വരവറിയിക്കുന്നത് അത്തമാണെങ്കിൽ തിരുവോണത്തിൻ്റെ തിരക്കിലേക്ക് മലയാളികൾ അടുക്കുന്നത് ഉത്രാടത്തിനാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഉത്രാടപ്പാച്ചിൽ. ഓണവിപണികളെല്ലാം സജീവമാണ്. തിരുവോണ സദ്യ ഒരുക്കാനും കോടികൾ വാങ്ങാനും പൂക്കളമിടാനുള്ള പൂക്കൾ വാങ്ങാനുമായി മലയാളികൾ ഓട്ടത്തിലായിരിക്കും നാളെ. മഹാബലി അസുരവംശത്തിൽപ്പെട്ടവനാണെങ്കിലും ധർമ്മനിഷ്ഠനും ജനപ്രിയനും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം കേരളത്തിൽ സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലമായിരുന്നുവെന്നാണ് വിശ്വാസം. ബലിയുടെ ജനപ്രീതിയിൽ ഭയന്ന ദേവന്മാർ സഹായം തേടി മഹാവിഷ്ണുവിൻ്റെ മുന്നിലെത്തി. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് വിഷ്ണു വാമനാവതാരം എടുത്ത് ഭൂമിയിലെത്തി. മഹാബലിയോട് തനിക്ക് ദാനം നൽകണമെന്ന് വാമനൻ ആവശ്യപ്പെട്ടു. 3 അടി മണ്ണാണ് വാമനൻ ദാനമായി ചോദിച്ചത്. ഇതിന് മഹാബലി സമ്മതിച്ചു. പൊടുന്നനെ വാമനൻ വിശ്വരൂപിയായി. ആദ്യ കാലടിയിൽ ഭൂമിയും 2ാം കാലടിയിൽ ആകാശവും വാമനൻ അളന്നു. 3ാമത്തെ അടിക്ക് മഹാബലി തൻ്റെ തല സമർപ്പിച്ചു. പിന്നാലെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയായിരുന്നു. മഹാബലിയുടെ ഭക്തിയും ധാർമ്മികതയും കണ്ട വിഷ്ണു പ്രതിവർഷം ഭൂമിയിൽ പ്രജകളെ സന്ദർശിക്കാമെന്നും വരദാനം നൽകി. അതിനാൽ ഉത്രാടം മഹാബലിയുടെ കേരളത്തിലേക്കുള്ള വരവ് ദിനം എന്ന നിലയിൽ കണക്കാക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്